നമസ്കാരം. യൂട്യൂബറായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ എത്തിയ ശേഷമാണ് കൂടുതൽ പോപ്പുലറായത്, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തി എത്തിയത് എന്നത് സത്യമായ കാര്യമാണ്. എന്നാൽ ബിഗ് ബോസിൽ എത്തിയ ശേഷം കൂടുതൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഗബ്രി എന്ന യുവാവുമായി ചേർന്ന് നടത്തിയ ചില പ്രണയ സല്ലാപങ്ങളാണ് ജാസ്മിൻ ജാഫറെ കൂടുതൽ വൈറലാക്കിയത് എന്നതും സത്യമാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ജാസ്മിൻ ജാഫറിൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ് എന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ ഉടൻ വിവാഹിതനാകുന്നു എന്നുമൊക്കെയാണ് ജാസ്മിൻ ആദ്യം പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നീട് ട്രാക്ക് മാറുന്നതും ജാസ്മിൻ ജാഫർ ഗബ്രിയുമായി കൂടുതൽ അടുക്കുന്നതുമാണ് മലയാളികൾ കണ്ടത്. ഇതൊരു ഫേക്ക് റിലേഷനാണ് എന്ന് പുറത്തു നിന്ന് മലയാളികൾ വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ തങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രണയമില്ല, സൗഹൃദം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇവരുടെ ഇടപഴകലും ഇവരുടെ സംസാര രീതിയും ഇവരുടെ പെരുമാറ്റവും ഇവരുടെ ഇഴുകിച്ചേരലും ഒക്കെ കണ്ടപ്പോൾ ബിഗ് ബോസിൻ്റെ പുറത്ത് നിന്ന ആളുകൾ, അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ആരാധകർ ഇവരുടെ ഫേക്ക് ലവിനെക്കുറിച്ച് വലിയ തോതിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞ ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൻ്റെ അവസാന റൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഇനി പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ ആളുകൾ വട്ടമിട്ട് പിടികൂടും എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു ജാസ്മിനെങ്കിൽ പുറത്തു വന്ന ശേഷം വളരെ കൃത്യമായ രീതിയിൽ ആളുകളോട് ഇടപഴകുകയും ജാസ്മിനും ഗബ്രിയുമായുള്ള അവരുടെ ആ ഒരു ഫോർമാറ്റ് കൂടുതൽ മുന്നോട്ട് പോകുന്നതുമാണ് ജനം കണ്ടത്. അപ്പോഴാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുമൊക്കെയുള്ള ധ്വനി ഉയർന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് വിവാഹിതരാകുന്നു പ്രണയത്തിലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ജാസ്മിനോ ഗബ്രിയോ ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. പക്ഷേ ജാസ്മിൻ പോകുന്ന ഇടങ്ങളിലൊക്കെ ഉദ്ഘാടനങ്ങളിലായിട്ട് ആണെങ്കിലും മറ്റ് ചടങ്ങുകളിലാണെങ്കിലും ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് എന്നുള്ളതാണ് പ്രേക്ഷകരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഇവർ ഇങ്ങനെ കാണിക്കുന്നത്? ഇവർ തമ്മിൽ പ്രണയമാണോ അതോ വിവാഹം കഴിക്കുമോ എന്നുള്ള ആശങ്കകളും ചോദ്യങ്ങളുമൊക്കെ പലപ്പോഴായി ആരാധകർക്കിടയിൽ ഉയരുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം താൻ ഏറ്റവും വിലപ്പെട്ട, തനിക്ക് ഏറ്റവും വലിയ ഒരു സമ്മാനം, താൻ ആഗ്രഹിച്ച ഒരു കാര്യം വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഗബ്രിയുമൊത്തുള്ള ഒരു യാത്ര വീഡിയോ ജാസ്മിൻ ചെയ്തിരുന്നു. അതായത് ഒരു ഐഫോൺ വാങ്ങാൻ, ഐഫോൺ 16 Pro വാങ്ങാനായിട്ടാണ് ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് യാത്ര ചെയ്തത്. ഇവരുടെ യാത്രയ്ക്കിടയിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കിടയിൽ ഒരുപാട് ആളുകൾ കമൻറ്റുമായി എത്തി, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, വിവാഹം കഴിച്ചിട്ട് ആകാൻ പാടില്ലേ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് കൃത്യമായി അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വന്നു. എന്തായാലും ജാസ്മിൻ വാങ്ങിയ ആ ഒരു വലിയ സമ്മാനം, അതായത് 1.5 ലക്ഷം രൂപയോളം വില വരുന്ന ഐഫോൺ വാങ്ങാൻ പോയപ്പോഴും ഗബ്രിയും ഒത്തു തന്നെയാണ് പോയത് എന്നത് പ്രേക്ഷകരിൽ വലിയ തോതിൽ ഒരു ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇവർ വിവാഹിതരാകുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴും ഉള്ളത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി ജാസ്മിൻ പറയാത്തിടത്തോളം കാലം ജാസ്മിനെതിരെയുള്ള ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വർദ്ധിക്കാനേ ഇടയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇത്തരത്തിലുള്ള ഒരു തീരുമാനം പുറത്തേക്ക് വരണം. അതായത് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് പുറത്തു പറയണം എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആരാധകരും, അതായത് ജാസ്മിനെയും ഗബ്രിയെയും ഇഷ്ടപ്പെടുന്നവർ ഇവർ ഇങ്ങനത്തെ കൃത്യമായ നിലപാട് ഉണ്ടാക്കണമെന്ന് പറയാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അറിയാനും ഇവരുടെ ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്.